പെസോയുടേത് ആധികാരികമായ ഇൻസ്പെക്ഷൻ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ മറ്റ് ഏജൻസീസ് വന്ന് പരിശോധിക്കണം. അത് എന്താണെന്നുള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ തീരുമാനിക്കട്ടെ. ഇപ്പം മറ്റ് മുഴുവൻ പരിപാടികളും മാറ്റി നിർത്തി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. അതനുസരിച്ച് നിൽക്കുന്നു. എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇന്നലെ 6 പേരെയാണ് ക്രിട്ടിക്കലായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാൾ ഡേഞ്ചർ, ഒരു അപകടാവസ്ഥ താണ്ടിയിട്ടുണ്ട്. ബാക്കി 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ശതമാനക്കണക്കൊന്നും നമ്മളങ്ങനെ പുറത്ത് പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. അതൊരു വല്ലാത്ത സങ്കടം എല്ലാവർക്കും ഉണ്ടാക്കും. പക്ഷെ അവസ്ഥ അതാണ്. അത്രത്തോളം പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ചികിത്സാ മാർഗത്തിന് വേണ്ടുന്ന പിന്തുണയ്ക്ക് എയിംസിൽ നിന്ന് വേണമെങ്കിലും എത്തിക്കാനുള്ള വ്യവസ്ഥ ചെയ്യാൻ ഉള്ള ഇന്നലെ ആ ചർച്ചയൊക്കെയാണ് രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടർ രവിയും അതുപോലെ തന്നെ കളക്ടറും എല്ലാവരുമായി ചേർന്ന് നടത്തിയതിനകത്ത് എടുത്ത തീരുമാനങ്ങൾ അതാണ്. നമുക്കൊരു ബാഹ്യ ഇടപെടൽ മെഡിക്കൽ ഡിസ്പെൻസേഷനിൽ വേണമെങ്കിൽ അത് ചെയ്യാവുന്നത്. ബേൺസിന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്നും നാളെയായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണം.